സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സും ആരോഗ്യം തന്ന് ഇത്രത്തോളം നിലനിർത്തിയ പൊന്നു കർത്താവിന് നന്ദി. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ കർത്താവ് ഭൂമിയിൽ വന്ന അതേ കാലത്ത് തന്നെയാണ് സ്നാപകനും തൻ്റെ വേല നടത്തിയിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ പാത നിരപ്പാക്കുവാനും ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലേക്ക് വന്നത്. സ്നാപകൻ്റെ വേല സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, പലപ്പോഴും നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അവനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവൻ സാധാരണക്കാരനല്ല. നിങ്ങൾ അറിയാതെ പോയാൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും നമ്മളതിന് ഗൗരവം കൊടുക്കാറില്ല. നമ്മളതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാറില്ല. നമ്മുടെ ലോകത്തിരക്കിനിടയ്ക്ക് ഈ വലിയ സത്യം നമ്മൾ മറന്നു പോകുന്നത് കൊണ്ട് വലിയ നഷ്ടം നമ്മുടെ ആത്മാവിനും നമ്മുടെ കുടുംബത്തിനുണ്ടാകുകയാണ്. സ്നാപകൻ പറഞ്ഞ വളരെ സങ്കടത്തോടുകൂടിയാണ് പറഞ്ഞത്. കർത്താവിൻ്റെ മുന്നോടിയായിട്ട് വന്നവനാണെങ്കിലും കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് വന്നതെങ്കിലും ജനം യോഹന്നാൻ്റെ വചനം കേട്ടിട്ട് ഓടി വരുന്നുണ്ട്, പാപങ്ങളേറ്റു പറഞ്ഞ് സ്നാനം ഏൽക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് യോഹന്നാൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ പിന്നാലെ അല്ല ഈ ജനം വരേണ്ടത്. ജനം വരേണ്ടതും കാണേണ്ടതും ഒരുവനെയാണ്. അത് എൻ്റെ പിന്നാലെ ഒരുവനുണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരുവനുണ്ട്, നിങ്ങളവനെ അറിയുന്നില്ല. ജനത്തിൻ്റെ വലിയ ചിന്താകുഴപ്പം അവൻ തച്ചൻ്റെ മകനെന്നുള്ളതാണ്. അവർക്കുള്ളിൽ അവരുടേതായൊരു കാഴ്ചപ്പാടുണ്ട്. രാജകുടുംബത്തിൽ പിറക്കുന്നവനാണ് യേശുക്രിസ്തു എന്നും ആ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് ഇസ്രായേൽ ജനത്തെ റോമൻ കൈസറുടെ പിടിയിൽ നിന്ന് വിടുവിക്കാനാണെന്നുണ്ടും സമ്പൽ സമൃദ്ധിയുള്ള ഒരു മനോഹരമായ രാജ്യം സ്ഥാപിക്കുമെന്നും അവരുടെ ഉള്ളിൽ എങ്ങനെയോ കയറിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് യേശു അവരുടെ ഇടയിൽ കൂടെ നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തിട്ടും അവർക്കതങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഉള്ളിൽ ഒരു മുൻവിധി ഉള്ളതുകൊണ്ട് വാസ്തവമായി ക്രിസ്തുവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വലിയ നഷ്ടമാണ് അവർക്ക് വന്നത്. തച്ചൻ്റെ മകനെന്ന് പറയുന്നു, അക്ഷരാഭ്യാസം ഇല്ലാത്തവനെന്ന് പറയുന്നു, ഇവൻ പറയുന്നത് ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമാണെന്ന് പറയുന്നു, ഇവൻ ദേവാലയത്തിനും ശാസ്ത്രിമാർക്കും ഞങ്ങളുടെ സഭയ്ക്കും എതിരാണെന്ന് പറയുന്നു. അവരുദ്ദേശിക്കുന്ന പോലെ റോമൻ കൈസറുടെ കയ്യിൽ നിന്ന് വിടുവിക്കാനുള്ള യാതൊരു യജ്ഞവും അവൻ്റെ ഇല്ലെന്ന് വരുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ ആരാണ്? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ തലമുറയിലുള്ള ജനം അവനെ തിരിച്ചറിഞ്ഞില്ല. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അക്ഷരീയമായി നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാവിൽ അനുഭവിക്കുന്നവർക്കറിയാം. പക്ഷെ സാധാ മനുഷ്യർക്കത് പിടികിട്ടുകയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ വലതുമുഖത്ത് ഇരിക്കുന്നു എന്നാണ് ജനമെല്ലാം ചിന്തിക്കുന്നത്. അവൻ നമ്മളുടെ ഇടയിലുണ്ടെന്നും അവന് വലിയൊരു ദൗത്യം നമ്മുടെ ഇടയിൽ നടത്താനുണ്ടെന്നും ആരും അറിയുന്നില്ല. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് നന്ദിയും കടപ്പാടുമുള്ള എത്ര പേരുണ്ട്? നമുക്ക് വചനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അറിയാം അവന് ആരായിരുന്നു എന്നുള്ളത്. ഈ ആധുനിക കാലത്ത് അവന് യാതൊരു പ്രസക്തിയുമില്ല. ഈ ആധുനിക കാലത്ത് ദൈവത്തെ കൂടാതെയുള്ളൊരു ജീവിതമാണ് അനേകർ നയിക്കുന്നത്. പേരിന് പ്രാർത്ഥനയുണ്ട്, ദേവാലയത്തിൽ പോകുന്നുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കുന്നവർ തുലവും തുച്ഛമാണ്. യേശുക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കുന്നവരും വളരെ ചുരുക്കം പേര് മാത്രമാണ്. യേശുക്രിസ്തു ഞാനുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധം വേണമെന്ന് ചിന്തിക്കുന്നവരും വളരെ ചുരുക്കം പേര് മാത്രമാണ്. യേശുക്രിസ്തുവിനെ കാണുകയോ യേശുക്രിസ്തുവിൻ്റെ ശബ്ദമായിട്ട് വചനം കേൾക്കുകയോ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരും വളരെ ചുരുക്കം പേര് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, വേദോസിലേക്ക് നോക്കിയാൽ അറിയാം,
ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഈ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചോട് 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ നിന്റെ തല തകർക്കും. പിശാചിനോട് പറയുന്നൊരു കാര്യമാണ്. പിശാച് ഹവ്വയെ ചതിച്ചു, ആദ്യം മനുഷ്യനെ തെറ്റിലേക്ക് നയിച്ചു, പാപത്തിലേക്ക് നയിച്ചു. അവർക്ക് ഏദൻ തോട്ടത്തിൻ്റെ അവകാശം നഷ്ടമായിപ്പോയി, അവർക്ക് ദൈവമായിട്ടുള്ള സംസർഗം നഷ്ടമായിപ്പോയി, ദൈവത്തെ അവർ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ ത്രിവൽഗണിച്ചു. സാത്താൻ്റെ ആലോചന ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ബെറ്ററാണെന്ന്, നല്ലതാണെന്ന് അവർക്ക് തോന്നി. ഹവ്വ പഴം തിന്നു. അങ്ങനെ സാത്താൻ്റെ അടിമപ്പാടിലേക്ക് ദൈവജനം പോയി. സങ്കടത്തോട് അവിടെയും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഒരു സ്ത്രീയുടെ സന്തതി ജനിക്കും. ഇപ്പം ഇപ്പോൾ സംഭവിച്ച ഈ കാര്യത്തിന്, ഏദൻ തോട്ടം നഷ്ടമായതിന് ഒരു പരിഹാരമുണ്ട്. ഉടനെയല്ല, ഒരു സമയത്ത് സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ ജനിക്കും. അവൻ നിന്റെ തല തീർക്കും, സാത്താൻ്റെ തല തീർക്കും. ഒരു വലിയ ദൈവിക വാഗ്ദത്വമാണ്. ദൈവകൽപ്പന ലംഘിച്ചു പോയ മനുഷ്യന്, അവൻ ദൈവകൽപ്പന ലംഘിച്ചെങ്കിലും, അവൻ ആ തൽക്കാലത്തേക്ക് ഏദൻ തോട്ടത്തിന് പുറത്തായെങ്കിലും അവന് മനസ്സിലാക്കി കൊടുക്കുകയാണ് പാപത്തിൻ്റെ ഗൗരവം എന്താണ്. ദൈവം പാപം ചെയ്യരുതെന്ന് പറയുന്ന സ്ഥാനത്ത് പാപത്തെ ലഘുവായി ചിന്തിക്കുന്ന മനുഷ്യൻ ദൈവം കൊടുക്കുന്നൊരു വലിയ വാണിംഗ് ആണ്, പാപം ചെയ്താൽ അവൻ്റെ ആത്മാവ് മരിക്കും. പാപം ചെയ്യുന്ന സമയത്ത് അവന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും, അവന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും, ദൈവത്തിൻ്റെ കൃപയൊന്ന് നഷ്ടപ്പെടും. അവൻ ദൈവത്തിൽ നിന്ന് അകന്നവനായി, സാത്താൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവനായി ഈ ഭൂമിയിലെ സങ്കടത്തോടെ, നിരാശയോടെ, ഭാരത്തോടെ അവൻ കഴിയും. എന്നാൽ ദൈവം അവിടെയും ഒരു പ്രത്യാശ കൊടുക്കുകയാണ്, ഒരു സമയത്തെ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ ഭൂമിയിൽ ജനിക്കും. അതൊരു ഒരു പ്രത്യേകമായൊരു ജനനമാണ്. സാധാരണക്കാർ ജനിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവൻ ജനിക്കുന്നത്. സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ ജനിക്കും. അവൻ സാത്താൻ്റെ തല തകർക്കും. പ്രിയപ്പെട്ടവരെ, അതൊന്നും അന്നത്തെ കാലത്ത് ആർക്കത് മനസ്സിലായില്ല എന്താ കാര്യം എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സാത്താൻ്റെ ആ വലിയ ആധിപത്യം, ആ അടിമ നുകം മനുഷ്യനിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി ദൈവത്തിൻ്റെ വലിയൊരു കാര്യം വരികയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ്. ആ യേശുക്രിസ്തു വന്ന് മനുഷ്യൻ്റെ ആ വലിയ അടിമ നുകം തകർത്ത് കളയും. യേശുക്രിസ്തു വന്ന് സാത്താൻ്റെ ആധിപത്യം തകർത്ത് കളയും. യേശുക്രിസ്തു വന്ന് മനുഷ്യവർഗ പാപത്തിലേക്ക് പോകുന്ന അവരുടെ ആ പ്രവണത മാറ്റിക്കളയും. അവന് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. അവന് നിത്യജീവൻ്റെ അവകാശം ദൈവം കൊടുക്കും. ഈ താൽക്കാലികമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആദ്യം തന്നെ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇതാ സ്ത്രീയുടെ സന്തതി ജനിക്കും. എന്നാൽ അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ തിരിച്ചറിയാൻ ആരും ഉണ്ടായിരുന്നില്ല, അവനെ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവൻ എന്തിനാണ് വന്നത്? ആത്മാവിൽ മരിച്ചു കിടക്കുന്നവർക്ക് ജീവൻ കൊടുക്കാനാണ് അവൻ വന്നത്. തൻ്റെ വചനം കൊടുത്ത് മരിച്ചവരെ ജീവിപ്പിക്കാനാണ് അവൻ വന്നത്. അത് മനസ്സിലാകുന്നില്ല, ആർക്കും പിടികിട്ടുന്നില്ല, അവനെ മാനിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. സ്ത്രീയുടെ സന്തതിയായിട്ടാണ് വന്നതെന്നും അവൻ വന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അധികം പേര് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നാം വ്യക്തമായിട്ട് മനസ്സിലാവും അവൻ ആരാണ്. നമുക്ക് വേദത്തിലേക്ക് നോക്കിയാൽ അറിയാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ദൈവം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്. 1:22 നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. തൻ്റെ മരണം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു വിലപ്പെട്ട ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപത്തിൽ തകർന്നു പോയ മനുഷ്യന് വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. പാപത്തിൽ കഴിഞ്ഞ് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട്, സ്വർഗരാജ്യം നഷ്ടപ്പെട്ട്, സാത്താൻ്റെ അധീനതയിലേക്ക് പോയ മനുഷ്യന് അവനെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ളൊരു അവസ്ഥ ഈ മനുഷ്യപുത്രൻ്റെ ഭൂമിയിലെ വരെ കൊണ്ട് നേടുകയാണ്. എന്തുകൊണ്ട്? ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പാപം ചെയ്തവനാണെങ്കിലും എന്നാൽ ഒരു സമയത്ത് ദൈവസന്നിധിയിലേക്ക് നിൽക്കുന്നത് നിഷ്കളങ്കനായിട്ടായിരിക്കും, വിശുദ്ധനായിട്ടായിരിക്കും. ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട് അവനെ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് അവനെ എത്തിക്കാൻ വേണ്ടി ജീവനുള്ള ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അവനെ തകർത്ത് കളയാനാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ അവൻ്റെ മേൽ ഏൽപ്പിച്ചിട്ട് അവനെ തകർത്ത് കളഞ്ഞ് അവൻ്റെ രക്തം കൊണ്ട് ഒരു വലിയ വിമോചനം.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ അത്ഭുതകരമായ കാര്യമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഞാൻ പാപം ചെയ്തതിന് ആര് പരിഹാരം വരുത്താൻ പറ്റും? എൻ്റെ പാപപ്രവണത ആർക്ക് മാറ്റാൻ പറ്റും? എൻ്റെ ഈ ലോകത്തിലെ കഷ്ടപ്പാടിന് ആര് പരിഹാരം തരും? എൻ്റെ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം തരും? മനുഷ്യൻ അവൻ്റെ ആത്മാവിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഈ ലോകത്തിലെ പ്രശ്നങ്ങളിലേക്കാണ് അവൻ്റെ ഹൃദയം പോകുന്നത്. എന്ത് ആഹാരം കഴിക്കും, എന്ത് ഉടുക്കും, എൻ്റെ രോഗത്തിന് ആര് പരിഹാരം തരും, എൻ്റെ കടബാധ്യത ആര് മാറ്റിത്തരും, എൻ്റെ മക്കളുടെ വിഷയം ആര് ഏറ്റെടുക്കും? മനുഷ്യൻ അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ ബന്ധനത്തിലാണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അവന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. വേദപുസ്തകം പഴയ നിയമം മുഴുവൻ പറയുന്നത്, ഇസ്രായേൽ കന്യകയെ നീ മടങ്ങി വരിക, നിന്റെ ദൈവത്തിലേക്ക് നീ മടങ്ങി വരിക, നിന്റെ അകൃത്യം നീ മനസ്സിലാക്കി നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ സ്വീകരിക്കും. ഇതാർക്കും ഒരു വിഷയമുള്ള കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യൻ്റെ പാപത്തിന് കൊടുത്ത പരിഹാരം വിലപ്പെട്ടതാണ്. തനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിൻ്റെ നടുവിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പാപം തീണ്ടാത്തവൻ്റെ തലയിലേക്ക് സകല മനുഷ്യൻ്റെയും പാപം അവൻ്റെ മേലാക്കി വെച്ചിട്ട് അവനെ ദൈവകോപത്തിൽ വെന്തെറിയാൻ വിട്ടുകൊടുത്തു. ഇത്ര വലിയൊരു ത്യാഗം ദൈവം ചെയ്തിട്ടും മനുഷ്യൻ അറിയുന്നില്ല, മനുഷ്യൻ മാനിക്കുന്നില്ല, മനുഷ്യൻ നിസ്സാരമായി കാണുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് എബ്രായലേഖനത്തിൽ പറയുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? സ്വർഗം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പക്ഷേ മനുഷ്യനത് വിലയുള്ളതായി കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വനസൂക്ഷയൊക്കെ എന്തിനാണ്? ഈ വലിയ പരമസത്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. അവൻ്റെ കഷ്ടത മാറണം, അവൻ്റെ രോഗം മാറണം, അവൻ്റെ പ്രശ്നം മാറണം. എൻ്റെ പ്രിയരെ, അതല്ല മനുഷ്യൻ്റെ പ്രശ്നം. മനുഷ്യൻ്റെ പ്രശ്നം ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല, അവൻ്റെ ആത്മാവിൻ്റെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം. അവൻ ബന്ധനത്തിലാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവനെ പിശാച് കുടുക്കിയിട്ടിരിക്കുകയാണെന്നുള്ളതാണ് കാര്യം. അവനാണ് ഈ കഷ്ടത തരുന്നത്, അവനാണ് ഈ അസമാധാനം തരുന്നത്, അവനാണ് നമ്മുടെ തല കുനിക്കുന്നത്, അവനാണ് നമ്മുടെ നടു കുനിച്ച് കളയുന്നത്, അവനാണ് നമ്മുടെ പ്രത്യാശ കളയുന്നത്, അവനാണ് നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തി കളയുന്നത്. അവനെ തള്ളിപ്പറഞ്ഞിട്ട് യേശുവിലേക്ക് മടങ്ങി വരാൻ അനേകർക്കും കഴിയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലരെങ്കിലും ഈ വചനം കേട്ടിട്ട് ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യകരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 2 കൊരിന്ത്യർ, നമുക്ക് 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കറിയാം. 2 കൊരിന്ത്യർ 11:2. ഒന്ന്, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചത് ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി ചെല്ലണം. അതാണ് ദൈവിക കാര്യപരിപാടി. രണ്ടാമത് വേറൊരു കാര്യപരിപാടിയുണ്ട്. നമുക്ക് 2 കൊരിന്ത്യർ 11-ന്റെ 2-ാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അത്ഭുതകരമായൊരു സത്യം. ഞാൻ ആരാണ്? തകർന്ന് തരിപ്പണമായി കിടന്നൊരു മനുഷ്യൻ, പാപം മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ടവനായി കഴിഞ്ഞവൻ, പാപം മാത്രം കണ്ണിലും ചെവിയിലും നാവിലും ചിന്തയിലും മനോവിചാരത്തിലും സ്വപ്നത്തിലും നിറഞ്ഞു നിന്നൊരു മനുഷ്യൻ, സ്വർഗത്തിനെതിരായി ജീവിച്ചവൻ, ജീവനുള്ള ദൈവത്തെ വേദനിപ്പിച്ച് ജീവിച്ചവൻ. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണ്? നീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഞാൻ നിന്നെക്കുറിച്ച് കാണുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഏകജാതനായ പുത്രൻ്റെ മണവാട്ടിയായി നിന്നെ ഈ ഭൂമിയിൽ ഞാൻ നിന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ക്ഷമിക്കുന്ന ആരുണ്ട്? ഈ ക്ഷമയാണ് ദൈവക്ഷമ എന്ന് പറയുന്നത്. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ തകർന്നവനാണെങ്കിലും, ഞാൻ അറിയായ്മയുടെ കാലത്ത് പാപം ചെയ്യുന്നവനാണെങ്കിലും, ദൈവത്തെ വേദനിപ്പിച്ചവനാണെങ്കിലും, ദൈവത്തിന് വിരുദ്ധമായി ജീവിച്ചവനാണെങ്കിലും, എൻ്റെ പാരമ്പര്യം എങ്ങനെയാണെങ്കിലും, എൻ്റെ യൗവനകാലം അങ്ങനെയാണെങ്കിലും, അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് എൻ്റെ ഏകജാതനായ പുത്രൻ്റെ നിഷ്കളങ്ക മണവാട്ടിയാകാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയരെ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ? എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനായിട്ടും 22-ാമത്തെ വയസ്സ് മാനസാന്തരപ്പെട്ടു. അതുവരെയുള്ള കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് അല്പം പോലും സാധിക്കില്ല. സങ്കടകരമായ കാലം, ദുഃഖകരമായ കാലം, ദൈവത്തെ മറന്നുപോയ കാലം, ദൈവത്തെ വേദനിപ്പിച്ചു പോയ കാലം, ദൈവത്തിനെതിരായി ജീവിച്ച കാലം, ദൈവത്തെ അല്പം പോലും മാനിക്കാത്തൊരു കാലം, എൻ്റെ പാരമ്പര്യത്തിൻ്റെ ശാപവും പേറിക്കൊണ്ട് പാപം ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവനായി ജീവിച്ച കാലത്ത് ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു. ദൈവം എന്നെ വിളിച്ചു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ആ വചനസൂക്ഷയിൽ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ സ്ഥിതി മാറ്റിത്തരാം, നിൻ്റെ കഴിഞ്ഞ കാലം ഞാൻ നിന്നോട് ഓർക്കുകയില്ല, എൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് ഞാനതെല്ലാം കഴുകിയെടുത്തതാണ്, നിനക്ക് ധൈര്യത്തോടെ എൻ്റെ അടുത്തേക്ക് വരാം, നിനക്ക് മടങ്ങി വരാം,
നിൻ്റെ ഹൃദയം നീ എനിക്കത് വേണ്ടി തുറന്നാൽ ഞാൻ നിന്നെ ഏറ്റവും അധികമായി നിന്നെ മാനിക്കും, സ്നേഹിക്കും, ബഹുമാനിക്കും. വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇന്ന് അനുഭവിക്കുകയാണ്. ലോകം തരാത്ത സമാധാനവും മനുഷ്യൻ തരാത്ത സമാധാനവും സന്തോഷവും ആശ്വാസം കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം എനിക്ക് തന്നു. എന്തുകൊണ്ടാണ്? ആ യൗവനകാലത്തെ ദൈവവിളിയെ മാനിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് ഈ ദൈവവിളി കേൾക്കുന്നുണ്ട്, എത്ര പേര് മാനിക്കുന്നുണ്ട്, എത്ര പേര് ഉറച്ചു നിൽക്കുന്നുണ്ട്, എത്ര പേര് ദൈവത്തെ കാണുന്നുണ്ട്, അല്ല എത്ര പേർക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് ഈ വചനം അനുസരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അയ്യോ എനിക്കത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് സാധിപ്പിച്ചേ പറ്റുകയുള്ളൂ, എനിക്കത് ലഭിക്കണം എന്നുള്ള നിർബന്ധത്തോട് കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ പ്രിയരെ, ഞാൻ അധികം പേരൊന്നും കാണാറില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സങ്കടം അതാണ്. വിശുദ്ധനാകാൻ ആഗ്രഹിച്ചു ദൈവസന്നിധി കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു, 2 മണവാട്ടിയാക്കി നിർത്താമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 6:16. 2 കൊരിന്ത്യർ 6:16 അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അത്? പഴയ നിയമത്തിലെ ഒരു കാര്യമാണ്. അത് നമുക്ക് വായിച്ചു നോക്കാം. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോടെ എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമായി പറയുന്നത്. ഞാൻ അവർക്ക് ദൈവം, ഞാൻ അവരുടെ ഇടയിൽ വസിക്കും, ഞാൻ അവരോടുകൂടെ കഴിയും. ഞാൻ സ്വർഗത്തിലിരിക്കാനല്ല എൻ്റെ ആഗ്രഹം, എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയണം. അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ കഴിയാൻ ദൈവത്തിന് വലിയ കൊതിയാണ്, എൻ്റെ കാറിൽ കയറാൻ ദൈവത്തിന് വലിയ കൊതിയാണ്, എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിയാൻ ദൈവത്തിന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ സമ്മതിക്കണ്ടേ? വെളിപാട് ദിവസം നോക്കിയാൽ നമുക്കറിയാം, അവിടെ 21-ാം അധ്യായത്തിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ സ്വർഗാതി ചെല്ലുന്ന കാര്യമാണെന്ന് പറഞ്ഞാലും സ്വർഗരാജ്യം ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇവിടെ വെച്ച് ഉള്ള ജീവിതത്തിൻ്റെ കണ്ടിന്യൂഷനാണ് 21-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്ര മനോഹരമായ കാര്യമാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് കടന്നേലുമുള്ള കാര്യമൊന്നും വേണം, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല വചനത്തെ. ഇവിടെ വെച്ച് നമുക്ക് ഈ അനുഭവം ഉണ്ടാകണം. ദൈവത്തോടു കൂടി ജീവിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, ദൈവത്തിൻ്റെ കരസ്പർശനം നമ്മുടെ കണ്ണീർ തുടയ്ക്കുന്ന മനസ്സിലാക്കുക, ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ നമ്മൾ അനുവദിക്കുക, ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തെ മാനിച്ചുകൊണ്ട്, ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട്, ദൈവത്തെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടുകൊണ്ട് അവനെ ആദരിച്ചും ബഹുമാനിച്ചും ജീവിക്കുക. അവിടെ എവിടെ പാപത്തിന് പ്രസക്തി? അവിടെ എവിടെ ലോകത്തിന് പ്രസക്തി? ജീവനുള്ള ദൈവത്തെ കണ്ടവരാരെങ്കിലും ലോകത്തിലേക്ക് പോവുമോ? ജീവനുള്ള ദൈവത്തെ കണ്ടവരാരെങ്കിലും ഈ ലോകത്തിലെ ഭാരവിഷയങ്ങളിൽ നമ്മുടെ ഹൃദയം ഭാരപ്പെടുവോ? പ്രിയപ്പെട്ടവരെ, സ്വർഗം ഇവിടെയാണ് സ്ഥാപിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വീട്ടിലാണ് സ്വർഗം സ്ഥാപിക്കേണ്ടത്. അവിടെ പാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ തേജസ്സേറിയ സാന്നിധ്യമുള്ള സ്ഥലത്ത് എവിടെ പാപം വരുമെന്നാണ് പറയുന്നത്. ഇന്ന് അനേകർ ഭാരപ്പെടുന്നു. എന്താ പ്രിയരെ, എന്തുകൊണ്ട് ഭാരം വരുന്നു? ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ തേജസ്സോടെ വസിക്കുന്നില്ല. അതാണ് അതിന് കാരണം. ഇത് അനേകർക്കത് മനസ്സിലാകുന്നില്ല. നമുക്ക് ഈർഷ വരുന്നു, നമുക്ക് ദേഷ്യം വരുന്നു, നമുക്ക് വാശി വരുന്നു, നമുക്ക് കയ്പ് വരുന്നു, നമുക്ക് ചിലരോട് പിണക്കം വരുന്നു. എന്താ പ്രിയരെ ഇതൊക്കെ വരുന്നത്? ഇതൊക്കെ സാത്താൻ നമ്മുടെ ഹൃദയത്തെ വാഴുന്നത് കൊണ്ടല്ലേ. അവനെ ആട്ടിപ്പുറത്താക്കി ജീവനുള്ള ദൈവത്തിനായി ഹൃദയം വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അവരെ മാത്രമാണ് സ്വർഗം അനുഭവിക്കുന്നത്. അപ്പോൾ നിഷ്കളങ്ക കന്യകയായി ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ നിർത്താനുള്ള വാഗ്ദത്തം നമുക്ക് തന്നു. 2, നിർമ്മല കന്യകയായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെ ഒരുക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് നമ്മളെ ഈ ഭൂമിയിൽ ഒരുക്കുന്നു. 3, ദൈവത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിതൊക്കെ അനുഭവിക്കുന്നുണ്ടോ? വേറോസിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതിനും പറയുന്നവരങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതല്ല പ്രിയരെ നമ്മൾ അനുഭവിക്കണം. പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും, വലിയ വേലയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ ചെറിയ വീട്ടിൽ, നമ്മുടെ ചെറിയ ഹൃദയത്തിനകത്ത് അവനെ മാനിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതം വ്യർത്ഥമല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ആരാണ് എന്നെ മെനഞ്ഞത്? ആ മെനഞ്ഞവൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ എൻ്റെ ഹൃദയത്തിൽ എന്ത് സ്ഥാനമുണ്ട്? അവനെ മാനിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, ഈ ഭൂമിയിൽ അല്പനേരത്തെ ജീവിതം കഴിയും. മരണക്കിടക്കിലേക്ക് പോകുമ്പോൾ ആര് നമ്മളെ സഹായിക്കും?
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മരണക്കിടക്കയിൽ ആർക്കും വരാൻ പറ്റില്ല. ഭാര്യയ്ക്കോ മക്കൾക്കോ ദൈവമക്കൾക്ക് ആർക്കും വരാൻ പറ്റിയില്ല. അവിടെ ആത്മാവിൻ്റെ കണ്ണു തുറന്ന് ഞാൻ കാണും എന്നെ സ്വീകരിക്കാൻ വന്നവരാരാണ്. ദൈവത്തിൻ്റെ ആത്മാവും കർത്താവായ യേശു ക്രിസ്തുവും അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ആ സമയത്തെ നമ്മുടെ മനോവേദ? ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് വചനം ലഭിച്ചിട്ട് യേശു ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിച്ചിട്ട്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, കൂട്ടായ്മ ആചരിച്ചിട്ട് ദൈവത്തിൻ്റെ വേലയൊക്കെ ചെയ്തിട്ട് വലിയ കൊടിയ പിശാച് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സംരംഭം കാണുമ്പോൾ നമ്മളവിടെ എങ്ങനെയടിച്ച് കരഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? എന്നെ ചിന്തിപ്പിച്ച എപ്പോഴും വിഷയമാണ്. അതുകൊണ്ട് എനിക്ക് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നത്. അപ്പോസ്തലൻ പറഞ്ഞു ദൈവത്തിൻ്റെ വേല ചെയ്യാനുള്ള നിർബന്ധം. അതേ നിർബന്ധം തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കണം. സാത്താൻ്റെ അവകാശം എൻ്റെ ജീവിതത്തിൽ നിന്ന് മുഴുവനും മാറിയേ പറ്റുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിനാണ് യേശു ക്രിസ്തുവും നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനാണ് കൊലോസ്യ ലേഖനം 1-15 വാക്യം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ആ ദൈവത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടിയാൽ ഈ അദൃശ്യനായ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധിയുള്ളവർ മാത്രമേ ദൈവത്തെ കാണുകയുള്ളൂ. അത് സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഇവിടെ വെച്ച് ഭൂമി ജീവിക്കുന്ന കാലത്ത് ഹൃദയം വിശുദ്ധമാക്കുന്നവർക്ക് അവർക്ക് ആത്മാവിൽ ദൈവത്തെ കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. അറിയാമല്ലോ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു. ആ യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മളുടെ ഹൃദയം പ്രകാശിപ്പിക്കപ്പെട്ടോ? നമ്മുടെ ഹൃദയത്തിന് മാലിന്യം മാറിയോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേണ്ടാധീനങ്ങളെല്ലാം മാറിയോ? സത്യവെളിച്ചം മുന്നിൽ വന്നിട്ട് നമ്മുടെ ഹൃദയം മാറിയോ? വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ ദോഷം ചെയ്യാൻ താല്പര്യപ്പെടുന്നൊരു മനുഷ്യനാണ്. പക്ഷെ ആ ദോഷം ചെയ്യാനുള്ള പ്രവണത പോലും യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ അവന് മാറിക്കിട്ടും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യേശു ക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു മരിച്ചവരെ അവൻ ജീവിപ്പിക്കുമെന്ന്. മരിച്ചു കിടക്കുകയാണ്, ശരിയാണ്, അത് ഇന്നത്തെ അവസ്ഥ. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ ആ വചനം കൊണ്ട് അവന് ജീവൻ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ വന്നത് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനാണ്. ഇതെല്ലാം നമുക്കറിയാം. അവൻ വരുന്ന ജീവൻ തരാനും വേണ്ടിയാണ്. ജീവൻ കിട്ടിയോ പ്രിയപ്പെട്ടവരെ? ജീവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നുവോ? അവിടെ സത്യവെളിച്ചം കയറിയോ? അന്ധകാരം മാറിയോ? പാപപ്രവണത മാറിയോ? പാപത്തോടുള്ള താല്പര്യം മാറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വെറുതെ മായാലോകത്തിൽ ജീവിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. സത്യം സത്യമായി തന്നെ നിൽക്കുന്നു. ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാലം അടക്കേണ്ടവരാണ്. ലഭിച്ചതിനൊത്തോണം ദൈവം നമ്മളോട് ചോദിക്കും. ഞാൻ ഈ പറയുന്നത് ഞാനിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്കേറെ ലഭിച്ചവനാണ്, എന്നോടേറെ ദൈവം ചോദിക്കും. ആരോടും നമുക്ക് കണക്ക് ഒതുപ്പിക്കാനില്ല. ഒരുവൻ ന്യായം വിധിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വന്ന കാലത്ത് പറഞ്ഞു ജീവജല നദി ഒഴുകുമെന്ന്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ അടുത്ത് വരുന്നവർക്ക് ജീവജലം കൊടുക്കാറുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം തുവക്കുന്നവരെയും ഏവരെയും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒരു നുക നിങ്ങൾക്ക് തരും, അത് മൃദുവാണ്. ഒരു ചുമട് നിങ്ങൾക്ക് തരും, വളരെ ലഘുവായ ചുമടാണ്. ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരും. ഇതെല്ലാം വചനത്തിനുണ്ടെങ്കിലും നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് ഒടുക്കത്തെ നാളിൽ, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു എന്നോട് വിളിച്ചു പറഞ്ഞ് എൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞു. ദാഹിക്കുന്നവൻ വരട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവത്ത് പറയുന്നു പറയാൻ ജീവജല നദി ഒഴുകുമെന്നാണ് പറഞ്ഞത്. ഒഴുകുന്നുണ്ടോ അറിയരെ? അറ്റ്ലീസ്റ്റ് എൻ്റെ ഭാര്യയ്ക്കെങ്കിലും കിട്ടണ്ടേ? അത് എൻ്റെ മക്കൾക്കെങ്കിലും കിട്ടണ്ടേ? അവരനുസരിക്കുന്നില്ല, ശരി. പക്ഷേ അവരുടെ ബോധമനസ്സിൽ എൻ്റെ അപ്പൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളൊരു മനുഷ്യനാണ്. അവനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ദോഷമാണെന്നുള്ള ചിന്ത മക്കൾക്കുണ്ടോ പ്രിയരെ? ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിയും. ദൈവത്തിന് സ്തോത്രം. ഈ വലിയൊരു പരമസത്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരികയാണ്. അത് നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളറിയാത്ത ഒരുവൻ. എത്രയും നിങ്ങൾ കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മുഴങ്കാലം അടയ്ക്കൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ അറിയാത്ത ഒരുവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ കർത്താവേ, എനിക്കൊന്ന് വെളിപ്പെട്ട് തരണമേ. ഈ ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. അവൻ്റെ കണ്ണിലേക്ക് എൻ്റെ ജീവിതം കൊടുക്കാൻ ഞാൻ മനസ്സാണ്. പാപത്തോട് ഞാൻ യാത്ര പറയുന്നത് താല്പര്യമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആ വലിയ കൃപ ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.